ഹലോ മക്കളെ, നാളത്തെ പരീക്ഷയിൽ ഇംഗ്ലീഷ് പരീക്ഷയിൽ ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദ്യം വരികയാണെങ്കിൽ, ആക്ടിവിറ്റി വരികയാണെങ്കിൽ എങ്ങനെ അത് കൃത്യമായിട്ട് എഴുതണം എന്നുള്ളത് ഫുൾ മാർക്ക് അതിൽ വാങ്ങാമെന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ചോദ്യം എങ്ങനെയായിരിക്കും വരിക? ഒരു ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു വരും. ഒരു ചോദ്യം എങ്ങനെയായിരിക്കും? ഹറൂട്ടോ, ജാപ്പനീസ് ബോയ് ഈസ് സ്റ്റഡിങ് ഇൻ കുഞ്ഞിച്ചിരുത്താസ് ക്ലാസ്. കുഞ്ഞിച്ചിരുത്ത നമുക്കറിയാം അല്ലേ, ഇവിടെ ഒരു ജാപ്പനീസ് കുട്ടി പഠിക്കുന്നുണ്ട്. ഹറൂട്ടോ എന്നാ കുട്ടിയുടെ പേര്. ടീച്ചർ ആസ്ക്ഡ് ഹിം ടു സേ സംതിങ് അബൌട്ട് ഹിസ് ഹോം കൺട്രി. ജപ്പാൻ, ഹോം കൺട്രി എന്ന് പറഞ്ഞാൽ ജപ്പാൻ, സ്വന്തം കൺട്രി. എന്നിട്ട് പറയാൻ പറഞ്ഞു, ഹെൽപ്പ് ഹിം റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ അതിന് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. യു മേ സ്റ്റാർട്ട് വിത്ത് സെൽഫ് ഇൻട്രഡക്ഷൻ. അപ്പോൾ ആദ്യം ബേസിക്കലി ഒരു സ്പീച്ച് പോലെയാണ് കേട്ടോ, സ്വന്തം സംസാരിക്കുന്ന ഒരു സ്പീച്ച് പോലെ, അതാണ് ആലോചിച്ചാൽ മതി. അപ്പോൾ സെൽഫ് ഡിസ്ക്രിപ്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ വിൽ ഹെൽപ്പ്. ഇപ്പോൾ കുറേ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. കൺട്രി ഏതാണ്, ക്യാപിറ്റൽ ഏതാണ്, കറൻസി ഏതാണ്, ലാംഗ്വേജ് ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കണം. അപ്പോൾ ഇത് ഇത്രയും തന്ന സ്ഥിതിക്ക് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ എഴുതുക? അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈറ്റിൽ കൊടുക്കുക. മൈ കൺട്രി ജപ്പാൻ. സിമ്പിൾ ടൈറ്റിൽ. ടൈറ്റിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് കൊടുക്കുകയാണ് നല്ലത്. ടൈറ്റിൽ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, സെൽഫ് ഇൻട്രഡക്ഷൻ. ഹലോ ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഗ്രീറ്റ് ചെയ്യുക. അല്ലെ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഓക്കെ, അല്ലെ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചർ, എന്ത് വേണേലും പറയാം കേട്ടോ. ഐ എം ഹറൂട്ടോ, നമ്മുടെ പേര് പറയാം, ഐ എം ഹറൂട്ടോ. ഇനി എന്താണ് നമ്മൾ കാര്യങ്ങൾ പറയണം. കൺട്രി ജപ്പാനാണ്, അങ്ങനെ പറയാം. മൈ കൺട്രീസ് ജപ്പാൻ എന്ന് പറയണ്ട, ഐ എം ഫ്രം ജപ്പാൻ എന്ന് പറയാം, ഞാൻ ജപ്പാനിൽ നിന്നാണ്. പിന്നെ എന്താണ് പറയാം, ക്യാപിറ്റൽ ടോക്കിയോ ആണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഓരോന്ന് നിങ്ങൾ സെൻറ്റൻസ് ആക്കിയാൽ മതി. ക്യാപിറ്റൽ ടോക്കിയോ എന്ന് പറയരുത്, സ്പീച്ച് പറയല്ലേ. ക്യാപിറ്റൽ ഓഫ് മൈ കൺട്രി ഈസ് ടോക്കിയോ എന്ന് പറയാം. അല്ലെ ദ ക്യാപിറ്റൽ ഓഫ് ജപ്പാൻ ഇസ് ടോക്കിയോ. ജപ്പാൻ, ഐ എം ഫ്രം ജപ്പാൻ എന്ന് പറഞ്ഞു, ദ ക്യാപിറ്റൽ ഓഫ് ജപ്പാൻ ഇസ് ടോക്കിയോ. നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, കറൻസി ജാപ്പനീസ് യെൻ ആണ്. അപ്പോൾ എന്താ പറയുക, എങ്ങനെയാ സെൻറ്റൻസ് ആക്കുക? അവർ കറൻസി ഈസ് ജാപ്പനീസ് യെൻ, അല്ലെ ജപ്പാൻസ് കറൻസി ഈസ് ജാപ്പനീസ് യെൻ, ഇങ്ങനെ വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ്, ലാംഗ്വേജ് ജാപ്പനീസ്. ദ ലാംഗ്വേജ് വി സ്പീക്ക് ഈസ് ജാപ്പനീസ് എന്ന് പറയാം. അല്ലെങ്കിൽ ദ ലാംഗ്വേജ് ഈസ് ജാപ്പനീസ് എന്ന് പറയണ്ട, വി സ്പീക്ക് എന്ന് പറയണം. അല്ലെങ്കിൽ എങ്ങനെ പറയാം, വി സ്പീക്ക് ജാപ്പനീസ് എന്ന് പറയാം. നമ്മൾ സംസാരിക്കുന്നത് ജാപ്പനീസ് ആണ്. അല്ലെ അവർ ലാംഗ്വേജ് ഇസ് ജാപ്പനീസ് എന്ന് പറയാം. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അതൊന്ന് സെൻറ്റൻസ് ആക്കിയാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ എന്താ ഉള്ളത്, ഫ്ലാഗ് വൈറ്റ് വിത്ത് റെഡ് സർക്കിൾ. അറിയാമല്ലോ, വൈറ്റ് വിത്ത് റെഡ് സർക്കിൾ ആണെന്ന് നമുക്കറിയാം അല്ലേ. അതെങ്ങനെ സെൻറ്റൻസ് ആക്കുക? സിമ്പിളായിട്ട് പറയാം, അവർ ഫ്ലാഗ് ഇസ് വൈറ്റ് വിത്ത് റെഡ് സർക്കിൾ ഇൻ ദ സെൻറ്റർ. സിമ്പിളായിട്ട് ആ പറഞ്ഞ കാര്യം ഈ ക്വസ്റ്റ്യനിൽ കൊടുത്ത ഹിൻഡ് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, സെൻറ്റൻസ് ആക്കാം. ഫേമസ് കമ്പനീസ് ടൊയോട്ട, സോണി, ടോഷിബ, പാനസോണിക്, മിത്സുബി ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണ് പറയുക അല്ലേ. സെൻറ്റൻസ് ആക്കിക്കേ, ടൊയോട്ട, സോണി, ടോഷിബ, പാനസോണിക്, മിത്സുബിഷി, സെയിം കോപ്പി പേസ്റ്റ് ചെയ്യുക. ആൻഡ് ഹിറ്റാച്ചി ആർ ഫേമസ് ജാപ്പനീസ് കമ്പനീസ്. അതൊക്കെ ഫേമസ് ജാപ്പനീസ് കമ്പനീസ് ആണ്. സിമ്പിൾ. നെക്സ്റ്റ്, പോപ്പുലർ ഫുഡ് ഐറ്റംസ് സൂഷി, രാമൻ, ഇതൊക്കെ എന്താണ്, അവിടുത്തെ ഫുഡ് ഐറ്റംസ് ആണെന്ന് പറയാം. അതെങ്ങനെ പറയാം? വീണ്ടും സൂഷി, രാമൻ, ടെമ്പുറ, മിസോ, സൂപ്പ് ആൻഡ് ഒനിഗ്രി, സാധനം എനിക്കറിയില്ല, ആർ പോപ്പുലർ ഫുഡ് ഐറ്റംസ്. അല്ലെ ഫ്രം ജപ്പാൻ എന്ന് വേണേൽ ആഡ് ചെയ്യാം എക്സ്ട്രാ. ഫേമസ് പ്ലേസസും കൂടി പറയാം. മൗണ്ട് ഫുജി, ടോക്കിയോ, ക്യോട്ടോ, ഒസാക്ക, ഹിരോഷിമ. അപ്പോൾ അതും കൂടി ചേർക്കുക. മൗണ്ട് ഫുജി, ടോക്കിയോ, ക്യോട്ടോ, ഒസാക്ക ആൻഡ് ഹിരോഷിമ ആർ ഫേമസ് പ്ലേസസ് ഇൻ ജപ്പാൻ. ഇത്രയും പറയാം. ഇതിന് അവസാനം എന്ത് ചെയ്യുക, ഐ ലവ് മൈ കൺട്രി വെരി മച്ച്. വേണമെങ്കിൽ എന്ത് ചെയ്യുക, താങ്ക് യു എന്നും കൂടെ ചേർക്കാം. വേണമെങ്കിൽ, അത് ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും വേണമെങ്കിൽ ചേർക്കാം, താങ്ക് യു. ഇത്രയും കാര്യം ചെയ്താൽ മതി. അപ്പോൾ ഒരു ടൈറ്റിലുണ്ട്, സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഐ എം എന്താണ് ഹറൂട്ടോ എന്ന് പറയാം. അല്ലെ ഹലോ ഫ്രണ്ട്സ് ആൻഡ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് വേണേൽ പറയാം അല്ലേ. അതും ഓക്കെയാണ്. ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്. ഇപ്പോൾ ഒരു സ്കൂൾ അസംബ്ലിയിലൊക്കെയാണ് പറയുന്നതെങ്കിൽ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നും കൂടി ചേർക്കാം. മൈ ഡിയർ ഫ്രണ്ട്സ്. എന്നിട്ട് നമ്മുടെ പേര് പറയാം, ഐ എം ഹറൂട്ടോ. പിന്നെ എന്ത് ചെയ്താൽ മതി, പിന്നെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സെൻറ്റൻസ് ആക്കിയാൽ മതി. ഐ ആം ഫ്രം ജപ്പാൻ, ദ ക്യാപിറ്റൽ ഓഫ് ജപ്പാൻ ഇസ് ടോക്കിയോ, അവർ കറൻസി ഈസ് ജപ്പാനീസ് യെൻ, ലാംഗ്വേജ് വി സ്പീക്ക് ഇസ് ജാപ്പനീസ്, അവർ ഫ്ലാഗ് ഇസ് ഇത് പറയുക, ടോണിയോഡോ ആർ ഫേമസ് കമ്പനീസ്, സൂഷി, രാമൻ ആർ പോപ്പുലർ ഫുഡ് ഐറ്റംസ്, മൗണ്ട് ഫുജി ആർ ഫേമസ് പ്ലേസസ് ഫ്രം ഇൻ ജപ്പാൻ, ഐ ലവ് മൈ കൺട്രി, താങ്ക് യു. ഇത്രയേ ഉള്ളൂ. ഒരു ചോദ്യം കൂടി ചെയ്യാം. ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതുന്നു. അല്ല, ആലോചിച്ചെങ്കിലും നോക്കി, പറ്റുമെങ്കിൽ എഴുതുക, നോട്ട്ബുക്ക് എടുത്തിട്ട്. ഇല്ല, ആലോചിച്ച് നോക്കിയാൽ മതി. ആന്റോണറ്റ് വുഡ് ലൈക്ക് ടു സേ സംതിങ് അബൌട്ട് അവർ കൺട്രി ഫ്രാൻസ്. ഫ്രാൻസിനെ പറ്റിയാണ് ആന്റോണറ്റ് പറയുന്നത്. സം ബേസിക് ഫാക്ട്സ് അബൌട്ട് ഫ്രാൻസ് ആർ ഗിവൺ, ക്യാൻ യു ഹെൽപ്പ് മേക്ക് എ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പ്രസൻറ്റ്. അപ്പോൾ ഫ്രാൻസിനെ പറ്റി പറയുന്നുണ്ട്, ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞത്. എങ്ങനെ എഴുതുക? ആദ്യം ടൈറ്റിൽ കൊടുക്കുക, മൈ കൺട്രി ഫ്രാൻസ്. സെൽഫ് ഇൻട്രഡക്ഷൻ, ഹലോ ഫ്രണ്ട്സ്, അല്ലെ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ എം ആന്റോണറ്റ്. ഇനി ഓരോരോ കാര്യങ്ങൾ പറയും. കൺട്രി എന്താണ്, ഫ്രാൻസ് ആണെന്ന് പറയുക, ഐ എം ഫ്രം ഫ്രാൻസ്.
പിന്നെന്താണ് ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്, ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് ഇസ് പാരീസ്. അപ്പോൾ അങ്ങനെ ഓരോരോ ഡീറ്റെയിൽസും കൂടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം എഴുതി വെക്കുക അല്ലേ. ഇത് ഇതേപോലെ തന്നെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കുറച്ച് ചിന്തിച്ചാൽ മതി അല്ലേ. ദ ഫ്ലാഗ് ഓഫ് ഫ്രാൻസിസ് അല്ലെ അവർ ഫ്ലാഗ് ഇസ് 3 colors വിത്ത് ബ്ലൂ വൈറ്റ് ആൻഡ് റെഡ്. അവർ ദ മേജർ ലാംഗ്വേജ് വി സ്പീക്ക് ഇസ് ഫ്രഞ്ച് അല്ലേ, അല്ലെങ്കിൽ ദ ലാംഗ്വേജ് വി സ്പീക്ക് ഇസ് ഫ്രഞ്ച്, അല്ലെ വി സ്പീക്ക് ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ മതി. ക്രോഷോൺ, ബാഗ്വേ, മാക്രോൺസ് ആർ പോപ്പുലർ ഫുഡ് ഐറ്റംസ്. Eiffel Tower, Louvre Museum, beaches of French Riviera are famous places in France. French bulldog, wild boar are important animals. അല്ലെങ്കിൽ animals found in France, അല്ലെ animals famous in France. Bastille Day, Christmas, Easter are important, അല്ലെ major celebrations. കഴിഞ്ഞു. അവസാനം പറയുക ഐ ലവ് മൈ കൺട്രി വെരി മച്ച്, താങ്ക് യു വേണം ചേർക്കുക. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ മക്കളെ പരിപാടി. അപ്പോൾ ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷയിൽ ഇതുപോലെ ഹിൻഡുകൾ തന്നാൽ ഏത് കൺട്രിയുടെയും നമുക്ക് എന്ത് ചെയ്യാൻ ദൂരം ഉണ്ടാകും. ഇന്ത്യയുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുഞ്ഞിച്ചിരുത്ത ഇന്ത്യയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും, ഇന്ത്യയുടെ കുറേ കാര്യങ്ങളൊക്കെ പറയും. അത് ഇതേപോലെ സെൻറ്റൻസുകളാക്കിയാൽ മതി. ആകെയുള്ളത് ഹെഡിങ് കൊടുക്കണം, ഹലോ ഫ്രണ്ട്സ് അല്ലെ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് മൈ ഡിയർ ഫ്രണ്ട്സ്, എന്ത് എഴുതാനും കുഴപ്പമില്ല. ഐ ആം ആൻറ്റോണറ്റ് അല്ലെ ഐ ആം കുഞ്ഞിച്ചിരുത്ത അല്ലെ നേരത്തെ കണ്ട ആരായിരുന്നു പേര് മറന്നല്ലോ, ഹരൂട്ടോ. എന്നിട്ട് ബാക്കിയുള്ള സെൻറ്റൻസുകളാക്കുക. അത്രയും ചെയ്താൽ ആരുടെ ഡിസ്ക്രിപ്ഷനും എന്ത് ഡിസ്ക്രിപ്ഷൻ വന്നാലും നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം പരീക്ഷയിൽ വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടി, ഒരു കോൺഫിഡൻസ് കിട്ടിയെങ്കിൽ എല്ലാവരും സന്തോഷമായിട്ടിരുന്നോളൂ. അടിപൊളി പരീക്ഷയിൽ ഇത് വരുമ്പോൾ ചെയ്യണം. നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് കാണാം. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഓൾസോ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളി ഒരു ബാച്ചിലെ ലൈവ് ക്ലാസ്സൊക്കെ ഉപയോഗിച്ച് പഠിക്കുക. ഇനിയുള്ള പരീക്ഷകളിലും നമുക്ക് അടിപൊളി മാർക്ക് വാങ്ങി അവസാനം പബ്ലിക് എക്സാമിലാകുമ്പോൾ ഒരു A+ ലെവലിലാണ്, ഫുൾ മാർക്ക് എല്ലാ സബ്ജക്റ്റിലും കിട്ടുന്ന ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. അത് എത്തിക്കും നമ്മൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം.